അപ്പോൾ നമ്മളിന്ന് അടുത്ത് പഠിക്കാൻ പോകുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 കുറിച്ചാണ്. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നമുക്ക് സിലബസിൽ തന്നിരിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ചോദ്യങ്ങൾ PYQയിൽ എല്ലാ പരീക്ഷയിലും മിക്കപ്പോഴും കാണാറുള്ളതാണ്. ഓക്കെ, ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ക്ലിയർലി ഡിഫൈൻസ് ദ കൺസ്യൂമേഴ്സ് റൈറ്റ്സ് ആൻഡ് സെറ്റപ്പ് സ്പെഷ്യൽ ജുഡീഷ്യറി മെക്കാനിസം ഫോർ കൺസ്യൂമേഴ്സ് പ്രൊട്ടക്ഷൻ ഇന്ത്യയിലുള്ള കൺസ്യൂമറിന് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ മെക്കാനിസത്തിനും ജുഡീഷ്യറിനും കുറിച്ച് പറഞ്ഞിട്ടിരിക്കുന്ന ആക്ട് ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അതിൻ്റെ റൈറ്റ്സ് നമുക്കൊന്ന് നോക്കാം. റൈറ്റ്സ് ഓഫ് ദ കൺസ്യൂമർ ആസ് പെർ ദ ആക്ട് പ്രകാരം ദ റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് ദ മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ ഹസാർഡസ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. നമ്മുടെ ജീവനോ നമ്മുടെ സ്വത്തിനോ എതിരായിട്ടുള്ള സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിനെതിരെ നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ദ റൈറ്റ് ടു ബി ഇൻഫോംഡ് അബൌട്ട് ദ ക്വാളിറ്റി റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരെണ്ണത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് ചോദിച്ചറിയാനുള്ള ഇൻഫോർമേഷൻ റൈറ്റ് ഉണ്ട്. ദ റൈറ്റ് ടു ഹാവ് ആക്സസ് ടു ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് ഫെയർ പ്രൈസസിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇനി റൈറ്റ് ടു ബി ഹേർഡ് ആൻഡ് സീക്ക് റിഡ്രസൽ അറ്റ് അപ്രോപ്രിയേറ്റ് ഫോറംസ്. നമുക്കാണെങ്കിൽ നമ്മുടേതായ രീതിയിൽ നമുക്ക് പോയിട്ട് ഇതിൻ്റെ നീതി നമുക്ക് വാങ്ങിയെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു ബി ഹേർഡ് ഉണ്ട്. റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കൺസ്യൂമർ എഡ്യൂക്കേഷനുള്ള റൈറ്റും ദ റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷനുള്ള റൈറ്റ്. പിന്നെന്താ, ഓക്കെ, പിന്നെ അടുത്തത് കൺസ്യൂമർ കോഡ്സ് ആണ്. അപ്പോൾ ദർ മേ ബി സിറ്റുവേഷൻ ഇൻ വിച്ച് ദ കൺസ്യൂമേഴ്സ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഡീലിംഗ്സ് ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അണ്ടർ സച്ച് സർക്കംസ്റ്റൻസസ് ദേ ക്യാൻ അപ്രോച്ച് ദ കൺസ്യൂമർ കോഡ്സ് വിച്ച് ആർ മെക്കാനിസംസ് ഫോർ അസിസ്റ്റിംഗ് ഓർ ഹെൽപ്പിംഗ് ദം ആസ് പെർ ദ ലോ. അതായത് നിയമപരമായിട്ട് നമുക്ക് ചിലപ്പം ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെയോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെയോ സേവനങ്ങൾ നമുക്ക് മതിയായെന്ന് വരില്ല. അപ്പോൾ എന്താ ചെയ്യുക, നമുക്കതിൻ്റെ നിയമങ്ങളും അതിൻ്റെ കോർട്ടിലുള്ള കാര്യങ്ങളും നമുക്ക് കോർട്ടിനോട് പോയിട്ട് നമ്മുടെ നീതി ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. കൺസ്യൂമർ കോർട്ട് ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിക്റ്റിലൊരു കോർട്ടാണ്. ഡിസ്ട്രിക്ട് ലെവലാണ് ഫംഗ്ഷൻ ചെയ്യുക. നമുക്കതിൽ പ്രസിഡൻറ്റും 2 മെമ്പേഴ്സും ഉണ്ടാവും. ഒരു വുമൺ മെമ്പറെങ്കിലും വേണം. ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയുകയാണ്, നമുക്ക് ഒരു 20 ലക്ഷത്തിന് താഴെയാണ് നമുക്ക് കോമ്പൻസേഷൻ വേണമെങ്കിൽ നമ്മൾ ഡിസ്ട്രിക്ട് കോർട്ടിലാണ് പോവുക. അത് മാത്രം അറിഞ്ഞാൽ മതി. ഇനി സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ എന്ന് പറയുന്ന സ്ട്രക്ചർ ഫങ്ഷൻസ് അറ്റ് സ്റ്റേറ്റ് ലെവലാണ് അതിൻ്റെ ഫംഗ്ഷന്. പ്രസിഡൻറ്റ് ആൻഡ് 2 മെമ്പേഴ്സ്, പ്രസിഡൻറ്റും 2 മെമ്പേഴ്സും ആണ്. ഒരു വുമൺ മെമ്പറെങ്കിലും വേണം. ഗവൺമെൻറ്റിന് ആവശ്യം ഉണ്ടെങ്കിൽ മെമ്പേഴ്സിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. 20 ലക്ഷത്തിനും 1 കോടി വരെയുള്ള 20 ലക്ഷത്തിന് മുകളിലും 1 കോടി വരെയുള്ള കോമ്പൻസേഷനാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് കോർട്ടിൽ വേണം പോകാൻ. നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ലെവലിലാണ് അത് ഫംഗ്ഷൻ ചെയ്യുക. പ്രസിഡൻറ്റ് നോട്ട് ലെസ് ദാൻ 4 മെമ്പേഴ്സ്. സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു അപ്പോയിൻറ്റ് മോർ മെമ്പേഴ്സ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് ഇതിൽ പറയുന്നില്ല കേട്ടോ. ഇതിൽ അറ്റ്ലീസ്റ്റ് 1 വുമൺ മെമ്പർ വേണമെന്ന് നാഷണൽ കോർട്ടിൽ പറയുന്നില്ല. അത് മാത്രമല്ല പ്രസിഡൻറ്റും 4 മെമ്പറിന് കുറവില്ലാത്ത മെമ്പേഴ്സും വേണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് വീണ്ടും മെമ്പേഴ്സ് കൂട്ടാമെന്ന് പറയുന്നുണ്ട്. 1 കോടിക്ക് മുകളിലാണ് ഇതിൻ്റെ കോമ്പൻസേഷൻ വേണ്ടതെങ്കിൽ നമ്മൾ നാഷണൽ കോർട്ടിൽ വേണം പോകാനായിട്ട്. പിന്നെ എന്താണ്, ദ പ്രൊസീജിയർ ഓഫ് ദ കൺസ്യൂമർ കോഡ്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം ദോസ് ഓഫ് ദ ജനറൽ കോഡ്. ജനറൽ കോഡിനേക്കാളും പ്രൊസീജിയേഴ്സൊക്കെ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ഒന്നാമത്തെ സിമ്പിൾ പ്രൊസീജിയർ ആയിരിക്കും. പിന്നെ ഫാസ്റ്റ് അഷുറൻസ് ഓഫ് ജസ്റ്റിസ്, നമുക്ക് നീതി പെട്ടെന്ന് കിട്ടും. പിന്നെ ലെസ് കോർട്ട് എക്സ്പെൻസസ് ഭയങ്കര കുറവായിരിക്കും. ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് to submit before the court a written petition about the loss and damages faced by the consumer. A nominal fee, അതായത് നമുക്കാണെങ്കിൽ ഈ ഒരു റിട്ടേൺ പെറ്റീഷൻ കൊടുക്കണം. ഡാമേജ് നമുക്ക് ഇത്രയും ഫേസ് ചെയ്തു എന്ന് പറഞ്ഞ റിട്ടേൺ പെറ്റീഷൻ കൊടുക്കണം. എ നോമിനൽ ഫീസ് ചാർജ് ഓൺ ദ ബേസ് ഓഫ് ദ വാല്യൂ ഓഫ് ദ കോമ്പൻസേഷൻ ക്ലെയിംഡ് ബൈ ദ പെറ്റീഷൻ. അതായത് നമ്മുടെ അവർ നോമിനൽ ഫീ എങ്ങനെയാണ് ചാർജ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോമ്പൻസേഷൻ നമ്മൾ എത്ര ചോദിച്ചിട്ടുണ്ടോ അതിൻ്റെ പേരിലാണ് നമ്മൾ അവർക്ക് നോമിനൽ ഫീ കൊടുക്കേണ്ടത്. സിറ്റുവേഷൻസ് വെൻ കംപ്ലയിൻസ് അബൌട്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് ക്യാൻ ബി ഫയൽഡ്. ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റുക? വെൻ ദ പർച്ചേസ്ഡ് പ്രൊഡക്റ്റ് ഈസ് ഡാമേജ് ഓർ ഡിഫക്റ്റീവ്, നമ്മൾ വാങ്ങിയ സാധനം അത് പൊട്ടയാണ് അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആണെങ്കിൽ. ഡിഫക്റ്റീവ് സർവീസസ് റിസീവ്ഡ് ഫ്രം ഗവൺമെൻറ്, നോൺ ഗവൺമെൻറ്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് നമുക്ക് കിട്ടിയ ഗവൺമെൻറ്റിൽ നിന്നായിക്കോട്ടെ, നോൺ ഗവൺമെൻറ്റിൽ നിന്നായിക്കോട്ടെ, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിന്നായിക്കോട്ടെ, നമുക്ക് കിട്ടിയ സർവീസ് മോശമാണെങ്കിൽ അപ്രോപ്രിയേഷൻ ഓഫ് പ്രൈസ് ഓവർ ആൻഡ് അബോവ് ദ എമൗണ്ട് ലീഗലി ഫിക്സഡ് ഓർ മാർക്കഡ് ഓൺ ദ ഔട്ടർ കേസിങ്. അതായത് ഒരു ലീഗലി ഒരു വിലയുണ്ടാവും, അതിനേക്കാളും കൂടുതൽ വിലയിട്ട്
വിട്ടിട്ട് അതെന്താ പറയുക വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. വയലേഷൻ ഓഫ് ദ പ്രിവെൻഷൻ ഓഫ് അഡൾട്രേഷൻ ലോ, മായം ചേർത്ത് കഴിഞ്ഞാൽ. സെയിൽസ് ഓഫ് പ്രൊഡക്ട്സ് വിച്ച് ആർ ഹാംഫുൾ ടു ലൈഫ് ആൻഡ് സേഫ്റ്റി, അതായത് പ്രൊഡക്ട്സ്, അതായത് നമ്മുടെ ജീവനും സ്വത്തിനും ഒക്കെ ഭീഷണിയാവുന്ന രീതിയിലുള്ള സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ. ലോസ് ഡ്യൂ ടു ട്രേഡിംഗ് മെത്തേഡ് വിച്ച് ലീഡ് ടു അൺഫെയർ പ്രാക്ടീസസ് ആൻഡ് ലിമിറ്റഡ് കൺസ്യൂമർ, അതായത് ട്രേഡിംഗ് മെത്തേഡ്സിൽ എന്തെങ്കിലും ലോസ് വന്നു കഴിഞ്ഞാൽ അത് അൺഫെയർ പ്രാക്ടീസസിലേക്കും മാറും. ട്രേഡിംഗ് മെത്തേഡ്സിൽ എന്തെങ്കിലും ലോസ് വന്നു കഴിഞ്ഞാൽ അൺഫെയർ പ്രാക്ടീസ് ആൻഡ് ലിമിറ്റഡ് കൺസ്യൂമർ ഫ്രീഡത്തിൽ ലിമിറ്റ് ചെയ്യും. അതായത് ഇപ്പം 2-3 കമ്പനിയുണ്ട്, അതിലൊരു കമ്പനി ബാക്കിയുള്ള 3 കമ്പനിയുടെ ട്രേഡിങ് നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, അൺഫെയർ പ്രാക്ടീസസിലേക്ക് പോകുന്നത്. നമ്മുടെ കൺസ്യൂമറിനെ നമുക്ക് എന്ത് ഓപ്ഷനാണ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ ഫ്രീഡം ആണ് അവിടെ പോകുന്നത്. ഗിവിങ് മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ് ഫോർ ഇൻക്രീസിങ് സെയിൽ, മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാം. അതായത് ഇപ്പം ഒരു പരസ്യം പണ്ട് ഉണ്ടായിരുന്നു, ഈ അനൂപ് മേനോൻ്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, ഇന്ദുലേഖ പരസ്യത്തിൽ അനൂപ് മേനോൻ അത് തേച്ചിട്ടാണ് മുടി വളരുന്നതെന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്താണ് ഒരു 10-20 കുപ്പി വാങ്ങി തേച്ചു, എന്നിട്ട് എന്താണ് അയാൾക്ക് മുടി വളർന്നില്ല. അപ്പോൾ എന്താ, അയാൾ കൺസ്യൂമർ കോർട്ടിൽ പോയിട്ട് അതിൽ നിന്ന് എന്താ പറയുക പൈസ വാങ്ങി. അതാണ് പറയുന്നത് ഗിവിങ് മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ് ഫോർ ഇൻക്രീസിങ് സെയിൽസ്. അപ്പോൾ നമ്മൾ പരസ്യത്തിലൂടെ കള്ളം പറഞ്ഞു കഴിഞ്ഞിട്ട് ആ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ. ഇനി അടുത്തത് എന്ന് പറയുന്നത് The following are the compensation for consumer disputes obtained through consumer court. കൺസ്യൂമർ കോർട്ടിൽ വഴി നമ്മൾ കോമ്പൻസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് കിട്ടുക. റീപ്ലേസിങ് ദ പ്രൊഡക്റ്റ് ഒന്നെങ്കിൽ റീപ്ലേസ് ചെയ്ത് കിട്ടും. റീപേയ്മെൻറ്റ് ഓഫ് ക്യാഷ് പെയ്ഡ് ഓർ എക്സസ് എമൗണ്ട് ഓഫ് അപ്രോപ്രിയേറ്റ്, അതായത് ക്യാഷ് നമ്മൾ അടച്ച ക്യാഷ് നമുക്ക് റീപേയ്മെൻറ്റ് കിട്ടും, അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സസ് എമൗണ്ടും കൂടെ നമുക്ക് കിട്ടും. മോണിറ്ററി കോമ്പൻസേഷൻ ഫോർ ദ ലോസ്, നമുക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പൈസ കൊടുത്ത് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യും. ഡയറക്ഷൻ ടു റെക്ടിഫൈ ദ ഡിഫക്ട്സ് ഇൻ സർവീസസ്, നമുക്ക് കിട്ടിയ സർവീസസിൻ്റെ ഡിഫക്ട്സ് അവർ റെക്ടിഫൈ ചെയ്ത് തരും. സ്റ്റോപ്പിംഗ് ഹാംഫുൾ ഹാംഫുൾ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് അവർ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ പ്രൊഹിബിഷൻ ഓഫ് ദ സെയിൽ ഓഫ് ഹാംഫുൾ ഫുഡ് ഐറ്റംസ്, ഹാംഫുൾ ആയിട്ട് ഫുഡ് ഐറ്റംസ് അവർ നിർത്തലാക്കും. റിയംബേഴ്സ്മെൻറ്റ് ഓഫ് ദ എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ലോഡ്ജിങ് ദ കംപ്ലയിൻറ്റ്, പിന്നെന്താ പറയുക, കംപ്ലയിൻറ്റ് കൊടുക്കുന്നതിലെ എക്സ്പെൻസസ് ഒക്കെ ഇപ്പം നമുക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും നോമിനൽ ഫീ കൊടുക്കുമല്ലോ, നമുക്ക് തിരിച്ചു കിട്ടും. According to the Consumer Protection Act 1986, apart from the Consumer Court, 3-level advisory council have been set up. They are the District Consumer Protection Council, State Consumer Protection Council, and National Consumer Protection Council. The responsibility of this council is to advise our respective government on consumer rights. അത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പ്രകാരം കൺസ്യൂമർ കോർട്ടിന് 3 ലെവൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. 3 ലെവലായിട്ടുള്ള അഡ്വൈസറി കൗൺസിലുണ്ട്. ഒന്ന് ഡിസ്ട്രിക്റ്റ് ഉണ്ട്, പിന്നെ എന്താണ് സ്റ്റേറ്റ് കൗൺസിലുണ്ട്, നാഷണൽ. ഇത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ റൈറ്റ്സിനെ കുറിച്ചുള്ള അഡ്വൈസ് ഗവൺമെൻറ്റിന് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉത്തരവാദിത്തം, കൗൺസിലുകളുടെ ഉത്തരവാദിത്തം. 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കൂടാതെ നമുക്ക് വേറെയും കുറച്ച് ആക്റ്റുകളുണ്ട്. ഒന്നാമത് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് 1930. Sales of Goods Act 1930. It ensures that the prescribed condition of sales are met while purchasing products, violation of guarantee, warranty, after sale service, etc. അതൊക്കെ എന്താ പറയുക, ഗ്യാരണ്ടിയിലോ വാറണ്ടിയിലോ സെയിൽ സർവീസിലോ ഒക്കെ നമുക്ക് വയലേഷൻ നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അതിൽ പറയുന്ന കാര്യങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതാണ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് 1930. അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആക്ട് 1937 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ആക്റ്റാണ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആക്ട് 1937. ഇനി അടുത്തത് എസെൻഷ്യൽ കമ്മോഡിറ്റി ആക്ട് 1955. ദിസ് ആക്ട് പ്രൊട്ടക്ട്സ് ദ കൺസ്യൂമർ ഫ്രം സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, അതായത് ഒരുപാട് പ്രോഫിറ്റുകളിൽ നിന്ന് ഹോർഡിങ്, ബ്ലാക്ക് മാർക്കറ്റിംഗ്, ഇതിൽ നിന്നൊക്കെ നമ്മുടെ ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് 1955. വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആക്ട്. ദിസ് ആക്ട് ഹെൽപ്ഫുൾ ഇൻ പ്രിവെൻറ്റിംഗ് ചീറ്റിംഗ് ഇൻ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, അതായത് ഈ വെയ്റ്റ്സിലും മെഷേഴ്സിലൊക്കെ ചീറ്റിംഗ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കാനുള്ളതാണ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആക്ട് 1976 എന്ന് പറയുന്നത്. ഇനി അടുത്തത് കുറച്ച് എന്താ പറയുക ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് നമ്മളുടെ കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളത്. അതിലൊന്നാണ് ലീഗൽ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്. എൻഷുവേഴ്സ് ദ വെയ്റ്റ്സ് ആൻഡ് മെഷർ സ്റ്റാൻഡേർഡ്, വെയ്റ്റ് മെഷർ സ്റ്റാൻഡേർഡ് നോക്കുന്നതാണ് ലീഗൽ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ്. എൻഷുവേഴ്സ് ദ ക്വാളിറ്റി ഓഫ് ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നതാണ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി സെൻട്രൽ ഡ്രഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കൺട്രോൾസ് പ്രൈസ് ഓഫ് മെഡിസിൻസിൻ്റെ പ്രൈസ് കൺട്രോൾ ചെയ്യാം. ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ്. എൻഷുവേഴ്സ് ക്വാളിറ്റി ആൻഡ്
സേഫ്റ്റി ഓഫ് മെഡിസിൻസ്, ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് മെഡിസിൻസിൻ്റെ ക്വാളിറ്റിയും സേഫ്റ്റിയും എൻഷുർ ചെയ്യുക. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എൻഷുർസ് ദ ക്വാളിറ്റി ഓഫ് ഫുഡ് പ്രൊഡക്ട്സ് അറ്റ് വേരിയസ് സ്റ്റേജസ് ലൈക്ക് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റോറേജ്, സെയിൽ ആൻഡ് ഇമ്പോർട്ട്. അതായത് ക്വാളിറ്റി ഓഫ് ഓരോ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനിലും ഒക്കെ എന്താണ് ഫുഡിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് ചിഹ്നങ്ങളുണ്ട്, ഇത് മാർക്കുകളുണ്ട്, അതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നാണ്. അതിൽ ആദ്യത്തിൽ ISI സ്റ്റാമ്പ് എന്തിനാണ്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡാണ്. ഫിക്സഡ് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ്, ഒരു പ്രൊഡക്റ്റിന് ഇത്ര ഫിക്സഡ് ക്വാളിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ISI സ്റ്റാമ്പ് ഉപയോഗിക്കുന്നത്. ദിസ് സിമ്പിൾ ക്യാൻ ബി സീൻ ഇൻ പ്രൊഡക്ട്സ് സച്ച് ആസ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, സിമെൻറ്റ്, പേപ്പർ, പെയിൻറ്റ്, ഗ്യാസ്, സിലിണ്ടർ, ഇതിലൊക്കെ എന്തുണ്ടാവും? ISI മാർക്ക് ഉണ്ടാവും. പിന്നെ ISO മാർക്ക് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ ആണ്. അത് സർട്ടിഫൈ ദ ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ഇൻ ദ മോർ ദാൻ 120 ഇൻക്ലൂഡിങ് ഇന്ത്യ. അതായത് ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതായത് 120 കൺട്രിയിൽ ഇത് ഉപയോഗിക്കാൻ നല്ലതാണെന്നുള്ള രീതിയിൽ കാണിക്കുന്നതാണ് ISO. അതിൽ ISOയിൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷനിൽ ഇന്ത്യ ഒരു മെമ്പറാണ്. ഇത് എന്തൊക്കെ സർട്ടിഫിക്കേഷൻ നൽകാം? ഹോസ്പിറ്റൽസ്, ബാങ്ക്സിനൊക്കെ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നതാണ്. BIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ജൂവലറിയുടെ പ്യൂരിറ്റിയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു മാർക്കാണ് BIS എന്ന് പറയുന്നത്. ഈ സിമ്പിൾ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇൻ്റർനാഷണലി ടു സർട്ടിഫൈ ദ സേഫ്റ്റി ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക് അപ്ലയൻസിൻ്റെ എന്താ പറയുക, അതിൻ്റെ സിമ്പിളാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തത് G മാർക്ക്. AG മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളി യൂസ് ചെയ്യുന്ന ക്വാളിറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫോറസ്റ്റ് പ്രൊഡക്റ്റിൻ്റെയും അഗ്രികൾച്ചർ പ്രൊഡക്ട്സിൻ്റെയും ക്വാളിറ്റി ചെക്ക് ചെയ്യാനാണ് മാർക്ക് സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് വെജ് നോൺ വെജ്. ഈ സിമ്പിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഫുഡ് ഐറ്റംസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. FPO എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സർട്ടിഫൈസ് ദ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ് പ്രോസസ്ഡ് ഫ്രം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസിൽ നിന്നും ഉള്ള സാധനങ്ങൾ അത് സേഫ്റ്റിയാണ്, ക്വാളിറ്റി ഉള്ളതാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് FPO. ഇത് FPO എന്ന് പറഞ്ഞാൽ ഫുഡ് പ്രൊഡക്ട്സ് ഓർഡർ, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് FPO. പിന്നെ കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തിനാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കൺസ്യൂമേഴ്സാണ്. നമുക്ക് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, പ്രൊഡക്ട്സ് ഉണ്ടാവും, ഡിമാൻഡ്സ് എല്ലാം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടാം? അവയർനെസ് പ്രോഗ്രാം വഴി എഡ്യൂക്കേഷൻ കിട്ടാം, ഇൻക്ലൂഷൻ കരിക്കുലം വഴി എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കരിക്കുലം. പിന്നെ നാഷണൽ കൺസ്യൂമർ ഡേ ഒബ്സർവ് ചെയ്യാം. എന്നാണ് നാഷണൽ കൺസ്യൂമർ ഡേ? ഡിസംബർ 24-നാണ്. 1985 ദ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ പാസ്ഡ് എ റെസൊല്യൂഷൻ on the guidelines regarding consumer protection. On the basis, Government of India passed an act on consumer protection. This act came into force on 24. Okay, guidelines, consumer protection ഉള്ള ഗൈഡ്ലൈൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ യുണൈറ്റഡ് നാഷൻ UN കൊടുത്തുകൊണ്ടാണ് 1985 മുതൽ ഡിസംബർ 24 കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഡിസംബർ 24 നാഷണൽ കൺസ്യൂമേഴ്സ് ഡേ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇനി അടുത്തത് കൺസ്യൂമർ ആർ എംപവർഡ് ത്രൂ കൺസ്യൂമർ എഡ്യൂക്കേഷൻ. എന്തൊക്കെയാണ് കൺസ്യൂമേഴ്സിന് എംപവർ കിട്ടുക? ഹെൽപ്പ് ടു കൺസ്യൂം സെൻസിബിലിറ്റി ആസ് പെർ ദ വാണ്ട്സ്. അവർക്ക് എന്താ വേണ്ടതെന്ന് അവർക്ക് സെൻസിബിൾ ആവാൻ. ഹെൽപ്സ് ടു അക്വയർ ഇൻഫർമേഷൻ റിഗാർഡിംഗ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിൻ്റെ ഇൻഫർമേഷൻ അക്വയർ ചെയ്യാൻ. എനേബിൾസ് ദ കൺസ്യൂമർ ടു മേക്ക് ദ റൈറ്റ് ചോയ്സസ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ്? മേക്സ് ദ കൺസ്യൂമർ അവെയർ ഓഫ് ഹിസ് ഓർ ഹെർ റൈറ്റ്. അവരവരുടെ അവകാശങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെയാണ് മേക്ക് ദം ക്യാപ്പബിൾ ഓഫ് ഇൻ്റർവീനിങ് ഇൻ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ്. അത് അവരെ ക്യാപ്പബിൾ ആക്കാൻ വേണ്ടി, അതായത് കൺസ്യൂമർ ഡിസ്പ്യൂട്ടിൽ എന്താ പറയുക, ഇൻ്റർവീൻ ചെയ്യാൻ അവർക്കൊരു ക്യാപ്പബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിൽ ആകെ കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ ഇത് മാത്രം പഠിച്ചാൽ മതി. ഇതിൽ കൂടുതലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഇത് മാത്രമേ ചോദിക്കുള്ളൂ.